എം.ആർ. അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണം ഒരു വിശദമായ അന്വേഷണം വേണമെന്ന് നിർദ്ദേശിക്കുന്ന DGPയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് അല്പസമയത്തിനകം കൈമാറും എന്നുള്ള വിവരം വരുന്നു. അരുൺ രാജ് ഞങ്ങളുടെ പ്രതിനിധിയുടെ വിവരങ്ങളുമായി. അരുൺ, ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ ആഭ്യന്തര സെക്രട്ടറിക്ക് DGP കൈമാറും എന്ന് ഉറപ്പിക്കാറായിട്ടുണ്ടോ? ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? ഗോപികൃഷ്ണൻ, സംസ്ഥാനം കാത്തിരുന്ന ആ റിപ്പോർട്ട്, ADGPക്കെതിരായ റിപ്പോർട്ട് അല്പസമയത്തിനകം തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് DGP ഷേഖ് ദർവേഷ് സാഹിബ് കൈമാറും. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ രാവിലെ തന്നെ നമ്മൾ പുറത്തുവിട്ടതുപോലെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ADGP M.R. അജിത് കുമാറിന്റെ ഇടപെടൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നതാണ്. ഇക്കാര്യത്തിൽ ADGP M.R. അജിത് കുമാറിന് വലിയ വീഴ്ചകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ്, ഈ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് ആയി എത്താൻ പോകുന്നത് M.R. അജിത് കുമാറിനെതിരെ കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് DGPയുടെ റിപ്പോർട്ടിലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എല്ലാ ആരോപണങ്ങളിലും വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. സംസ്ഥാന ഇന്റലിജൻസിന് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളും കൂടുതൽ വിവരങ്ങളും ശേഖരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നിലവിൽ DGP തന്നെ നൽകുന്ന റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്വത്ത് സമ്പാദനം അടക്കമുള്ള കാര്യങ്ങളിൽ വിജിലൻസിന്റെ അന്വേഷണം തുടരുകയാണെന്നും അതിനാൽ അക്കാര്യത്തിൽ കൂടുതൽ സമയം വിജിലൻസിന് വേണ്ടിവരുമെന്ന കാര്യം കൂടി DGPയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ADGPക്കെതിരായി ഉയർന്ന ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുമ്പോൾ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുന്നതിൽ വലിയ ക്രമപ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളതാണ് DGPയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. സ്വാഭാവികമായും ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് ലഭിച്ചാൽ ഉടൻ തന്നെ ഇത് മുഖ്യമന്ത്രിക്കും സർക്കാരിന് മുമ്പിലേക്ക് എത്തും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്കാണ് പോകുന്നത്. കാരണം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ, ഒരിഞ്ച് മുന്നോട്ട് പോകണമെങ്കിൽ അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ ഇരിക്കാൻ പറ്റില്ല. ആ കാര്യത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് DGP തന്നെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന്. എന്തായാലും ADGP അജിത് കുമാറിനെതിരെ കൃത്യമായ വിവരങ്ങൾ, അല്ലെങ്കിൽ അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നതോടൊപ്പം അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം ഏത് തരത്തിൽ വേണം, ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണമാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളിലും DGPയുടെ ഭാഗത്തു നിന്ന് DGPയുടെ നിർദ്ദേശം കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി എത്തുകയും ചെയ്യും. ശരി, അരുൺ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.